ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ബീറ്റ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബി ഓഫ് പി ക്യു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് എന്നാണ്. ഇതിലെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? പിയും ക്യൂവുമാണ് ഇതിലെ പാരാമീറ്റേഴ്സ്. ഇതിനെ തന്നെ വേറൊരു പേരിലും അറിയപ്പെടും. നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ എന്താണ്? ഓയിലേഴ്സ് ഇൻറ്റഗ്രൽ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്നും കൂടി ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ്റെ കൺവെർജൻസ് നോക്കണം. കൺവെർജൻസ് ഓഫ് ബീറ്റ ഫംഗ്ഷൻ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ ഏതാണ് ബീറ്റ ഫംഗ്ഷൻ എന്താണ്? ബി ഓഫ് പി ക്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ? ഇതൊരു പ്രോപ്പർ ഇൻറ്റഗ്രൽ ആണ്. നമ്മുടെ പി ഡി നമ്മുടെ പാരാമീറ്റേഴ്സിൻ്റെ ഏതൊക്കെ വാല്യൂസിൽ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ലും ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ലും നമ്മൾക്ക് ഒരു ഇൻറ്റഗ്രലിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അതായത് ഇപ്പോൾ ഇൻറ്റഗ്രൽ 0 to 1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 0 to ഹാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഹാഫ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ? അതുപോലെ നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ് നമ്മൾ. ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സിനെ നമ്മൾ ഇൻറ്റഗ്രൽ 0 to ഹാഫ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഹാഫ് ടു 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം നമ്മൾ I1 ആയിട്ടും സെക്കൻഡ് ടേം I2 ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? I1 പ്ലസ് I2 എന്ന് കിട്ടും. I1 എന്താണ്? ഈ ഫസ്റ്റ് ടേം ആണ്. I2 എന്താണ്? ഇതിൽ സെക്കൻഡ് ടേം ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കൺവെർജൻസ് നോക്കാനായിട്ട് I1ൻ്റെയും I2ൻ്റെയും കൺവെർജൻസ് സെപ്പറേറ്റ് നമുക്ക് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് പറയാം? കൺവെർജൻസ് ഓഫ് I1 നോക്കി നോക്കാം. അതിൽ എന്താണ് പറയുന്നത്? എഫ് ഓഫ് എക്സ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ആണ്. നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1 മൈനസ് പി ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കാണാം. അപ്പോൾ എന്താ കിട്ടുക? അതായത് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇതാണ്, ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഡിനോമിനേറ്റർ എന്താ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് പി ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 എന്ന് വരില്ലേ? ഇതിൽ എന്താ ഫസ്റ്റ് രണ്ട് ടേമും എന്തായിട്ട് പോവും? അതായത് എക്സ് റേസ് ടു 0 അതായത് 1 ആയിട്ട് പോവും. ഓക്കെ അല്ലേ? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് തന്നെ? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് എഴുതിയിരിക്കുന്നത്? 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 എന്ന് മാത്രമാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കാണാം. അപ്പോൾ എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അതായത് എക്സിന് നമ്മുടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? അതായത് 1 റേസ് ടു ക്യൂ മൈനസ് 1. 1ൻ്റെ പവറിൽ എന്ത് വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? 1 ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കണ്ടപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം നമ്മളുടെ ഈ ഫംഗ്ഷൻസ് അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഒന്നുകിൽ രണ്ടും ഒരുമിച്ച് കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് കൺവെർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? ഇൻറ്റഗ്രൽ 0 ടു ഹാഫ് ഡി എക്സ് ബൈ എക്സ് റേസ് ടു എം എപ്പോഴാണ് കൺവെർജ് ആവുക? എം ലെസ് ദാൻ 1നാണ് കൺവെർജ് ആവുക. അതുപോലെ അത് എപ്പോഴാണ് ഡൈവേർജ് ആവുക? എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ലാണ് അത് ഡൈവേർജ് ആവുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഹെൻസ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇൻറ്റഗ്രൽ 0 ടു ഹാഫ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ 0 ടു ഹാഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1 മൈനസ് പി ആണ്. ഇത് എപ്പോഴാണ് കൺവെർജ് ചെയ്യുക? പി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇത് എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? പി ഗ്രേറ്റർ ദാൻ 0ൽ ഇത് കൺവെർജ് ആവും, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ ഇത് ഡൈവേർജ് ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ I1 എന്ന് പറഞ്ഞിട്ടുള്ള I1 എന്താണ്? നമ്മുടെ ഇൻറ്റഗ്രൽ 0 ടു ഹാഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അത് എപ്പോഴാണ് കൺവെർജ് ആവുക? പി ഗ്രേറ്റർ ദാൻ 0ൽ അത് കൺവെർജ് ആവുകയും എപ്പോഴാണ് ഡൈവേർജ് ആവുക? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ൽ അത് ഡൈവേർജ് ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ നമ്മൾ I1 പ്ലസ് I2 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ I1ൻ്റെ കൺവെർജൻസ് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് കൺവെർജ് ചെയ്യുക എപ്പോഴാണ് നമ്മൾ ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി I2ൻ്റെ നമുക്ക് നോക്കി നോക്കാം. എപ്പോഴാണ് എപ്പോഴാണ് I2 എന്താ കൺവെർജ് ചെയ്യുക ഡൈവേർജ് ചെയ്യാന്നൊക്കെ നോക്കി നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ? എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ആണ് അല്ലേ? നമ്മൾ ഇവിടെ എടുക്കുന്ന ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1 മൈനസ് ക്യൂ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യാം.
ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ ഏത് ടേംസ് ആ കട്ട് ചെയ്ത് പോകും, അതായത് എന്താ വരാമെന്ന് പറഞ്ഞോളൂ, അതായത് എക്സ് റേസ് ടു പി മൈനസ് നമ്മുടെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ ആ ജി ഓഫ് എക്സ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം ആ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 എന്നുള്ള ഈ ഒരു ടേം എന്താവും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, എക്സ് റേസ് ടു പി മൈനസ് 1 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ലിമിറ്റ് കണ്ടു നോക്കി നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എക്സിന് 1ലേക്ക് ലിമിറ്റ് പോകുമ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്, 1 ആണ്. അതെന്താണ്, അതും ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്താണ്, ഒന്നുകിൽ നമ്മുടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഡൈവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൺവേർജ് ചെയ്യും, ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് ഇതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് എന്താ, for any a less than b integral a to b dx by b minus x whole raised to m എന്ന് പറയുന്നത് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, m ലെസ് ദാൻ 1ന് കൺവേർജ് ചെയ്യുകയും m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതേ ഒരു ഫോമിലല്ല വന്നിരിക്കുന്നത്, കണ്ടോ, ഡി എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 1 മൈനസ് ക്യൂ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അതപ്പോൾ എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ലും, കൺവേർജ് ചെയ്യുക എപ്പോഴാണ് ക്യൂ ഗ്രേറ്റർ ദാൻ 0ലും. അപ്പോൾ നമ്മുടെ I2 എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക, I2 എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, I2 എന്ന് വെച്ചാൽ എന്താണ്, ഇൻറ്റഗ്രൽ ഹാഫ് ടു 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതെപ്പോൾ കൺവേർജ് ചെയ്യും, ക്യൂയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0ന് കൺവേർജ് ചെയ്യുകയും പിന്നെ എന്താണ് ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് രണ്ടിൻ്റെയും കൂടി ഒരുമിച്ച് എന്ത് പറയാം, നമ്മളുടെ പാരാമീറ്റേഴ്സ് പിയും ക്യൂവും രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ I1ഉം I2ഉം എന്താ ചെയ്യണത്, കൺവേർജ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, പി ഗ്രേറ്റർ ദാൻ 0നും ക്യൂ ഗ്രേറ്റർ ദാൻ 0നുമാണ് നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, കൺവേർജ് ചെയ്യുക. അപ്പോൾ കൺവെർജൻസ് ഓഫ് I1ഉം I2ഉം മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾക്കിനി നെക്സ്റ്റ് നോക്കാവുന്നത് എലമെൻ്ററി പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ ഞാൻ പറയുന്നത് 3 പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ബീറ്റ ഫംഗ്ഷൻ ഈ സിമ്മട്രിക്. നമ്മൾക്കറിയാം സിമ്മട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇപ്പോൾ എന്താ പറയുക, A+B ചെയ്താലും B+A ചെയ്താലും സെയിം ഉത്തരം കിട്ടും. അതുപോലെ നമ്മുടെ ഇവിടെ ബീറ്റ ഫംഗ്ഷൻ സിമ്മട്രിക് ആണെന്ന് പറയുമ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബി ഓഫ് പി കോമ ക്യൂ ഈക്വൽ ടു ബി ഓഫ് ക്യൂ കോമ പി ആയിരിക്കും. അതായത് ബീറ്റ ഫംഗ്ഷൻ ബി ഓഫ് പി കോമ ക്യൂ ചെയ്താലും ബി ഓഫ് ക്യൂ കോമ പി ചെയ്താലും നമുക്ക് എന്ത് സെയിം ആൻസർ ആണ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളുടെ ബീറ്റ ഫംഗ്ഷൻ എന്താണ്, ബി ഓഫ് പി ക്യൂ എന്താണ് നമ്മൾ എഴുതാറ്, ബീറ്റ ഫംഗ്ഷൻ എന്താണ്, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് ആണ്. പി ഗ്രേറ്റർ ദാൻ 0 ആണ്, ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിതിൽ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, നമ്മൾ യു ഈക്വൽ ടു 1 മൈനസ് എക്സ്, അതായത് ഈ ബ്രാക്കറ്റിലുള്ള ടേം 1 മൈനസ് എക്സിന് യു കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ വരിക, എക്സ് ഈക്വൽ ടു 1 മൈനസ് യു വരും. എന്നിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി എക്സ് എന്താ വരിക, ഡി എക്സ് എന്ന് പറയുമ്പോൾ 1ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 കിട്ടും, യുവിനെ മൈനസ് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് ഡി യു കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് മാത്രം ചേഞ്ച് ആക്കിയപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം ലിമിറ്റിനും നമ്മൾ മാറ്റം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലിമിറ്റ് എന്താ, 0 to 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് 0ലേക്ക് പോകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണ് വരാം, 1 ആണ് വരാം അല്ലേ? അതായത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 1 മൈനസ് യു ആണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ എന്താ വരാം, 0 ഈക്വൽ ടു 1 മൈനസ് യു, അതായത് യു ഈക്വൽ ടു 1 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ എക്സ് ഈക്വൽ ടു 1 പോകുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ഈക്വൽ ടു 1 ഇവിടെ നമ്മൾ 1 കൊടുത്തു. അപ്പോൾ എന്താ വരാം, 1 ഈക്വൽ ടു 1 മൈനസ് യു, അതായത് യു ഈക്വൽ ടു എന്താ 0 ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റും മാറി, 0 to 1 എന്നുള്ളത് നമ്മുടെ ലിമിറ്റ് എന്തായി, 1 to 0 ആയി. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഇതിന് പകരം നമ്മൾ പുതിയ യു വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ എന്താണ് വരിക, ഇൻറ്റഗ്രൽ 1 to 0 എന്താണ് എക്സിന് പകരം എന്താ കൊടുക്കുന്നത്, 1 മൈനസ് യു ആണ് കൊടുക്കുന്നത്. 1 മൈനസ് യു ഹോൾ റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്, യു ആണ് അല്ലേ, യു റേസ് ടു ക്യൂ മൈനസ് 1. പിന്നെ ഡി എക്സിന് പകരം എന്താ കൊടുക്കുന്നത്, മൈനസ് ഡി യു ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ആ മൈനസ് ഡി യുവിൻ്റെ മൈനസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് എഴുതിയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് നമുക്കറിയാം എന്താണ്,
എന്താണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുത്താൽ എന്താ പറയുക, ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 0 ആണ്, നമുക്ക് എന്ത് ചെയ്താൽ ഇൻ്റഗ്രൽ 0 to 1 എഴുതാം, ഒരു നെഗറ്റീവും വരും. അപ്പോൾ ആ നെഗറ്റീവും പ്ലസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ 0 to 1 u raised to q minus 1, അതായത് ഈ ടേം ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ, ഇൻറ്റു 1 മൈനസ് യു ഇൻറ്റു ഓൾ റേസ് ടു എന്താണ് പി മൈനസ് 1 ഡി യു ആണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്, ബി ഓഫ് ക്യൂ പി അല്ലേ. ഒന്ന് നോക്കി നോക്കിയാൽ ബി ഓഫ് പി ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലേ. അത് നോക്കി നോക്കിയാൽ അതിൽ എന്താണ് ക്യൂവും പിയും, ബി ഓഫ് ക്യൂ പി എന്ന് വെച്ചാൽ എന്താ ശരിക്കും വരണ്ട, എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു പി മൈനസ് 1 അല്ലേ. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്തായിരുന്നുള്ളൂ, യു ആയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി, ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ബി ഓഫ് ക്യൂ പി എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഓക്കെ. ഇനി പ്രോപ്പർട്ടി 2 എന്താണ് പറയുന്നത്, ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ബി ഓഫ് പി കോമ ക്യൂ മൈനസ് 1 ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ അറിയാം. എന്താണ്, ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ 0 to 1 ഫസ്റ്റത്തെ ടേം എന്ത് എഴുതിയെന്നുള്ള 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇനി നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എന്താ രണ്ട് ടേമിലും എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇൻറ്റഗ്രൽ ഇത് എ ടു ബി എന്നാണ്. എ ടു ബി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്, എന്നിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുക, എ ടു ബി ലിമിറ്റ് കൊടുക്കാം. ദെൻ എന്താണ്, മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടോ. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഇതാണ് 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 അത് എഴുതി. പിന്നെ എന്താണ്, ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ് റേസ് ടു പി ബൈ പി എന്ന് വരും. ഓക്കെ അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് കൊടുത്തു 0 to 1 മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 ലിമിറ്റ് കൊടുത്തു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരാം, നമുക്കറിയാം എക്സ് റേസ് ടു എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ എന്താ ക്യൂ മൈനസ് 1 ആണത്. അപ്പോൾ ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 2. പിന്നെ എന്താണ്, ഇൻറ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ വരാം, ഇവിടെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റു മൈനസ് 1 കൂടിയും കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എക്സ് റേസ് ടു പി ബൈ പിയും കൂടി വരും ഡി എക്സ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ വരണ ആൻസറാണ് ഇത്. ഇനി നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇനി ലിമിറ്റ് കൊടുത്ത് വെക്കാം. ഓക്കെ അല്ലേ. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് വരിക, ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തേൽ ഇതിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക, എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ 1 മൈനസ് 1 എന്ന് വരും. അപ്പോൾ അവിടെ ഫസ്റ്റ് ടേം 0 ആയിപ്പോയി, അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താ 1 മൈനസ് 0 ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു 0 റേസ് ടു പി എന്ന് പറയാം. അപ്പോൾ ഈ ടേം 0 ആയി. അപ്പം അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ ആ ടേം നമ്മുടെ 0 ആയിട്ട് പോയി. ഓക്കെ അല്ലേ. 0 പ്ലസ്, ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ അത് പോസിറ്റീവ്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കോൺസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ക്യൂ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്, പിയും കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കാം. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെ എഴുതാൻ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതാണ് ഇത്. അപ്പോൾ 0 പ്ലസ് ക്യൂ മൈനസ് 1 ഡിവൈഡ് ബൈ പി ഇൻറ്റഗ്രൽ 0 to 1 ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ എക്സ് റേസ് ടു പിക്ക് നമ്മൾക്ക് എക്സ് റേസ് ടു പീനെ എങ്ങനെ എഴുതാം എന്നറിയാം. ഇങ്ങനെ എഴുതാം. അതായത് എന്താണ്, എക്സ് റേസ് ടു പി മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് ചെയ്യാം. അത് ചെയ്ത് നോക്കിയാൽ മതി. അത് എക്സ് റേസ് ടു പി തന്നെ കിട്ടും. അപ്പോൾ എക്സ് റേസ് ടു പിക്ക് പകരം എന്ത് കൊടുത്തു, ഈ ഒരു ടേം കൊടുത്തു. ഓക്കെ അല്ലേ. എന്നിട്ട് ബ്രാക്കറ്റ് തകർത്തിട്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 2നെ ഇത് ഈ ഫസ്റ്റ് ടേമിന് മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ എഴുതി, രണ്ടാമത്തെ ടേമിന് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇൻറ്റഗ്രൽ എന്താ നമുക്കറിയാം, ഇൻറ്റഗ്രൽ ഓഫ് എ മൈനസ് ബി ചെയ്യേണ്ടത് എന്താണ്, ഇൻറ്റഗ്രൽ ഓഫ് എ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ബി ചെയ്താലും കുഴപ്പമില്ല. അതായത് സെപ്പറേറ്റ് ഓരോ ടേമിനും ഇൻറ്റഗ്രേഷൻ ചെയ്യാം. അങ്ങനെ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുള്ള ഈ ടേം എന്ന് പറയുന്നത് എന്താണ്, ബി ഓഫ് പി ക്യൂ മൈനസ് 1 ആണ്. ഇതെന്താണ്, ബി ഓഫ് പി ക്യൂ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, ക്യൂ മൈനസ് 1 ഡിവൈഡ് ബൈ പി ഇൻറ്റു ബി ഓഫ് പി ക്യൂ മൈനസ് 1 മൈനസ് ബി ഓഫ് പി ക്യൂ എന്നും കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, ബി ഓഫ് പി ക്യൂവിൽ നിന്നാണ് തുടങ്ങിയത് അല്ല. അപ്പോൾ ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ഈ സംഭവം എന്ന് കിട്ടി. ഓക്കെ അല്ലേ.
ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് ക്യൂ മൈനസ് 1 ഡിവൈഡ് ബൈ പി ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഇത് കിട്ടും. അതായത് നമ്മുടെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടിയ എന്താണ്? ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ബി ഓഫ് പി ക്യൂ മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇതിലൊരു റിമാർക്ക് പറഞ്ഞിട്ടുണ്ട്. എസ് ഡൺ ബിഫോർ വി ക്യാൻ ഓൾസോ ഷോ ദാറ്റ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്തും ഷോ ചെയ്യാൻ പറ്റും. ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു പി മൈനസ് 1 ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ബി ഇൻറ്റു ബി ഓഫ് പി മൈനസ് 1 ക്യൂ എന്ന് ചെയ്യാൻ പറ്റും. ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ 1 ക്യൂ ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. എന്താണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്? ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ബി ഓഫ് പി പ്ലസ് 1 ക്യൂ മൈനസ് 1 ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ 0 ക്യൂ ഗ്രേറ്റർ ദാൻ 1. അതാണ് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? ഇതിൻ്റെ പ്രൂഫ് ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ എന്താണ്? ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം ഇതിനെ നമ്മൾ ഫസ്റ്റ് എഴുതിയെന്നുള്ളൂ. ആ സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ആക്കിയിട്ട് എഴുതി. അതായത് 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ഫസ്റ്റ് എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. അപ്പം സെയിം സാധനം തന്നെ കിട്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1 കൊടുക്കുമ്പോഴും ഫസ്റ്റ് ഈ ടേമിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും 0 ആണ് വരാം. പിന്നെ ഇവിടുത്തെ മൈനസും ചേർന്നിട്ട് അത് പ്ലസ് ആവും. പിന്നെ എന്താണ്? ക്യൂ മൈനസ് 1ഉം പിയും എന്താ? കോൺസ്റ്റൻസ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബാക്കി വരുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു പിനെ നമ്മൾക്ക് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ക്യൂ മൈനസ് 1 ഡിവൈഡ് ബൈ പി ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂ മൈനസ് 2 ഡി എക്സ് ആണ്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു പിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു പി പ്ലസ് 1 മൈനസ് 1 എഴുതിയാലോ? ഒരു മാറ്റമില്ലല്ലോ. അതായത് പ്ലസ് 1ഉം മൈനസ് 1, അതായത് എക്സ് റേസ് ടു പി എന്ന് തന്നെ മീനിങ് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ക്യൂ മൈനസ് ഇതിൻ്റെ പവറിലുള്ള ക്യൂ മൈനസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് 1 മൈനസ് 1 എഴുതാം. എഴുതിക്കൂടെ? അപ്പോൾ ഇതെന്ന് പറഞ്ഞ് അതെങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബി ഓഫ് പി പ്ലസ് 1 ക്യൂ മൈനസ് 1 ആണ്. അതാണ് നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്, നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ബൈ പി ഇൻറ്റു ബി ഓഫ് പി പ്ലസ് 1 ക്യൂ മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി ഇതിലൊരു റിമാർക്കും കൂടി പറയുന്നുണ്ട്. ആസ് ഡൺ ബിഫോർ വി ക്യാൻ ഷോ ദാറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയും എന്തുകൂടി പ്രൂവ് ചെയ്യാൻ പറ്റും? ബി ഓഫ് പി ക്യൂ ഈക്വൽ ടു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ബി ഓഫ് പി മൈനസ് 1 ക്യൂ പ്ലസ് 1 ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് കൂടി തെളിയിക്കാൻ പറ്റും.